ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ളൊരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഇടിയപ്പം തയ്യാറാക്കി എടുത്തിട്ടുള്ളത് പൈനാപ്പിൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. ഇടിയപ്പം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പൈനാപ്പിളാണ് കേട്ടോ. അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 1.25 കപ്പ് അടുപ്പിച്ച് പൈനാപ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ജ്യൂസ് ആക്കിയിട്ട് എടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ, നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. ഇതല്ലാതെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റായിട്ടുള്ളൊരു കളർ മാത്രമേ നമ്മുടെ ഇടിയപ്പത്തിന് ഉണ്ടായിരിക്കത്തുള്ളൂ കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന പൈനാപ്പിൾ നല്ല പുളിയുള്ള പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മധുരത്തിനായിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ പുളി ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല പഴുത്ത മധുരമുള്ള പൈനാപ്പിൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇൻ കേസ് പുളിയുള്ള പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ മധുരത്തിന് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ പൈനാപ്പിൾ ഞാൻ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചിട്ടും കൂടി എടുക്കാം. ഇതിൽ നിന്നും ആ നാരുകളൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചിട്ടെടുക്കുന്നത്. പൈനാപ്പിൾ ജ്യൂസ് അരിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പം 1 കപ്പ് അളവിലാണ് ഉള്ളത് കേട്ടോ. അടുത്തതായിട്ട് ഈ ഒരു ജ്യൂസ് നമുക്കൊരു കടായിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ടോട്ടൽ അപ്പം 2 കപ്പ് അളവിലായിട്ടുണ്ട് ഈ ഒരു വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത്. നമ്മൾ എടുക്കുന്ന പൊടിക്കനുസരിച്ചിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ. പിന്നീട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓയിലാണ് കേട്ടോ. അതൊരു 1 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടും കൂടി എടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടും കൂടി എടുക്കാം. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം, ഇടിയപ്പം, പത്തിരിക്കൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ. ഇത് നമുക്ക് ഒരു കൈ വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മറ്റേ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടും കൂടി കൊടുക്കാം. അപ്പോൾ അതാദ്യം ഞാൻ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. പൊടിയുടെ എല്ലാ ഭാഗത്തും വെള്ളം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറി വരുന്നിടം വരെ. അപ്പോൾ ഇതാ ഈ ഒരു മാവിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടങ്ങ് കുഴച്ചിട്ടെടുക്കാം. മുഴുവനായിട്ടും ചൂട് മാറാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കേട്ടോ. കൈ പൊള്ളുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കൈയൊന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ആ വെള്ളമൊക്കെ കുടഞ്ഞ് കളഞ്ഞിട്ട് കുഴച്ചിട്ടെടുക്കാവുന്നതാണ്. ഇടിയപ്പത്തിൻ്റെ മാവ് ഞാനിവിടെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് പോർഷൻ എടുത്തിട്ട് ഒരു സേവനാഴിയിലേക്ക് വെച്ച് കൊടുക്കാം. ആ സേവനാഴിക്കുള്ളിലേക്ക് വളരെ കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അടച്ചിട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് ഇടിയപ്പം പീച്ചി തുടങ്ങാം. ഞാനിവിടെ വാഴയിലയിലാണ് ഇതൊന്ന് തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വാഴയില കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഞാൻ വെച്ച് കൊടുക്കുകയാണ്. തേങ്ങ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഇങ്ങനെ ആദ്യം വെക്കാൻ താല്പര്യമില്ല, ഈ ഇടിയപ്പം പീച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ആയാലും മതിയാവും. ഇനി നമുക്ക് ഇടിയപ്പം ഒന്ന് പീച്ചിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ പൈനാപ്പിൾ ഇടിയപ്പം ഞാനിവിടെ പീച്ചിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കട്ടെ. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ട് ഇഡലി ചെമ്പിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ചിട്ട് ആവിയൊക്കെ ഒന്ന് കയറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഇടിയപ്പത്തിൻ്റെ മാവ് പീച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 2 തട്ടിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ടോട്ടൽ 4 എണ്ണം മാത്രമേ ഈ ഒരു സമയത്ത് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ. അടുപ്പിച്ച് ഒരുപാട് എണ്ണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇഡലിത്തട്ടിനകത്താണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഇടിയപ്പം കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതെല്ലാതും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതെടുത്തങ്ങ് മാറ്റി വെക്കാം കേട്ടോ.
വാഴയിലൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് മാറ്റിയിട്ട് നമുക്ക് അടുത്തതും വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ പൈനാപ്പിൾ ഇടിയപ്പം എല്ലാതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ചെറിയൊരു പുളിപ്പും മധുരവും ഒക്കെയുള്ള നല്ലൊരു റെസിപ്പിയാണ്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് കൂടി വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇത് നമുക്ക് ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. എല്ലാവരും കയറി ഒന്ന് കണ്ടുകൂടി നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.